എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ പമ്പ് സെറ്റാണ്. ഇതാണ് പമ്പ് സെറ്റ്. ഇത് ഫ്ലവർ മില്ലുകളിൽ മെഷീൻ ചൂടാവാതിരിക്കാൻ വേണ്ടി വാട്ടർ സർക്കുലേഷൻ കൊടുക്കുന്ന വാട്ടർ കൂളിങ്ങിന് വേണ്ടി കൊടുക്കുന്ന ഒരു പമ്പ് സെറ്റാണ്. ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ വാട്ടർ സീൽ പോയതായിട്ടാണ് തോന്നുന്നത്. ഇതിൽ വെള്ളം ഇങ്ങനെ ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം തന്നെ. ഇതേ രീതിയിൽ ഈ പമ്പിൽ കിടക്കുന്ന വെള്ളം മുഴുവൻ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഒന്ന് അഴിച്ചു നോക്കണം. ഇതിന്റെ വാട്ടർ സീലിന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് ലീക്ക്. നന്നായിട്ട് ലീക്കുണ്ട്. അപ്പൊ എന്താ പറ്റിയേക്കണെന്ന് അഴിച്ചു നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇവിടെ ഈ സൈഡിൽ 5-6 സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂ അഴിച്ചിട്ടാണ് ഈ സൈഡ് ഓപ്പൺ ചെയ്യണത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സ്ക്രൂകളെല്ലാം നമ്മൾ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിന്റെ ഇംപെല്ലറാണ്. ഇത് പാക്കിംഗ്. ഇത് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഇനി ഈ പീസ് മൊത്തം ഷാഫ്റ്റിൽ നിന്ന് പോരും. ഇതാണ് ഇതിന്റെ വാട്ടർ സീലായിട്ട് വരുന്നത്. എന്താ സംഭവിച്ചേക്കണെന്ന് നോക്കാം കൃത്യമായിട്ട്. സീറ്റിംഗ് ആവാതിരിക്കുന്നതുകൊണ്ടാണോ എന്നറിയണം. വാട്ടർ സീലിന്റെ ഈ ഭാഗമൊക്കെ നല്ല സ്മൂത്താണ്. ഇതിവിടെ കറക്റ്റായിട്ട് ഇതിന് ചേരുന്നുണ്ട്. അവിടെ നിന്നല്ല ലീക്ക് വരുന്നത്. ഇതിന്റെ ഇന്നർ സൈഡിൽ നിന്നാണ്, ഈ അകത്ത സൈഡിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു വാഷർ വരുന്നുണ്ട്. എങ്ങനെയാണെന്നോ നേരത്തെ കിടന്നോന്നോ എനിക്കറിയില്ല. ഇതെന്തായാലും നമ്മുടെ വണ്ടിയുടെയൊക്കെ ട്യൂബ് വെട്ടിയിട്ടേക്കണ പോലെയാണ് തോന്നിക്കുന്നത്. ഇത് ദ്രവിച്ച് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ വാഷർ ഇതേ രീതിയിൽ ഷാഫ്റ്റിലേക്കും ടൈറ്റ് വരണം. ഇവിടെ നിന്ന് ഇപ്പോൾ സ്പ്രിങ് ഉപയോഗിച്ച് പ്രസ് ചെയ്ത് അങ്ങോട്ട് നിൽക്കാം. അപ്പോൾ ഇതിലെ വെള്ളം അകത്തോടെ ലീക്ക് ചെയ്യാതെ ഇരുന്നുള്ളൂ. അതാണ് ഈ വാഷറിന്റെ ആവശ്യം. അപ്പോൾ ഇത് നമുക്ക് മാറ്റണം. അതിനുവേണ്ടി ഞാൻ പുതിയത് വാഷർ വെട്ടിയെടുത്തിട്ടുണ്ട്. ട്യൂബിന്റെ വാഷർ തന്നെയാണ്. ട്യൂബ് വെട്ടിയെടുത്തതാണ്. കൂടാതെ ഒരു ഓറിങ് പോലെ ഒരു ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഷാഫ്റ്റിൽ ടൈറ്റുണ്ട്. കൂടാതെ ഈ വാഷറും അതിൻ്റെ മുകളിൽ വരും. അപ്പം അതും ടൈറ്റ് വരും. അതിൻ്റെ മുകളിലാണ് ഇത് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. അപ്പം ഈ പീസ് ആദ്യമേ ഇവിടെ 2 വെട്ടുണ്ട്. ആ വെട്ട് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ ഇടുക. പിന്നെ ഷാഫ്റ്റോട് കൂടിയാണ് അത് തിരിക്കണത്. ആ വെട്ടമുള്ളതുകൊണ്ട് അതിനകത്തേക്ക് ഈ ഓറിങ് പോലുള്ളത് പിന്നെ ഈ ട്യൂബിന്റെ കഷ്ണം വെട്ടിയെടുത്തതാണ്. ഇത് ഷാഫ്റ്റിനും ടൈറ്റായിരിക്കും. അതേ രീതിയിലാണ് വെട്ടിയെടുത്തത്. ഇത് ഈ ബ്രാസിന്റെ വാഷറാണ്. ഇത് ഇവിടെ വരണം. പിന്നീടാണ് ഈ സ്പ്രിങ് ഇങ്ങനെ വരണ്ടേ.
പിന്നെ ഇമ്പല്ലർ കറക്റ്റായിട്ട് ഇങ്ങനെ വയ്ക്കും. ഇതേ രീതിയിലാണ് നമുക്ക് സ്ക്രൂ ചെയ്യേണ്ടത്. ഇനി ഇമ്പല്ലറിൻ്റെ ഈ നട്ടങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ റോട്ടറോട് കൂടി ഇപ്പോൾ കിടന്ന് കറങ്ങുവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹോളുണ്ട്. അതിനകത്ത് ആ കൂളിംഗ് ഫാൻ ലീഫിലൊന്ന് ഉടക്കി സ്കൂട്ടർ കൊണ്ട് ഉടക്കി പിടിച്ചു കഴിഞ്ഞാൽ കറങ്ങാതിരിക്കും. വൈൻഡിങ്ങിൽ കൊള്ളരുത്, വൈൻഡിങ് കേടായി പോകരുത്. ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് നമുക്ക് ഈ ഭാഗം ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ടൈറ്റ് ആയിക്കോളും. ഇപ്പോൾ നമ്മുടെ പമ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ചൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, വെള്ളം ഒട്ടും ഇറങ്ങിപ്പോണില്ല, ഒരു തുള്ളി പോലും പോണില്ല. ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.